ലോകസുന്ദരി നമ്മുടെ തുറമുഖത്തോട്ട് വരുന്നു. അതിൻ്റെ ട്രയൽ ഇന്ന് നടക്കും. ഇന്നത്തെ സേലിംഗ് കമന്ററി ആരംഭിക്കുന്നു. പെട്ടെന്നൊരു നിമിഷം ഞാൻ പൗലോ കൊയ്ലോയെ ഓർത്തു. കാരണം നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ, നമ്മൾ നിരന്തരം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൺസ്പയർ, ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ആൻഡ് ഡു ഇറ്റ്. ഇവിടെ സെയിലിംഗ് കമന്ററിയുടെ ഒരു സുഹൃത്ത്, എൻ്റെ വ്യക്തിപരമായ ഒരു സുഹൃത്ത്, ലോകം മുഴുവൻ നടക്കുന്ന കപ്പലുകൾ, സഞ്ചരിക്കുന്ന സെയിൽ ചെയ്യുന്ന കപ്പലുകളെയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു. I hope your dream of Embassy Irina to call Viഴിഞ്ഞം will be fruitful during Jan 25. ഒരു മാസത്തിനകം പുതുവർഷത്തിൽ സമ്മാനവുമായി ഒരു പക്ഷേ ഉദ്ഘാടനം അതുമായി ബന്ധപ്പെട്ടാണോ എന്ന് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. ലോകത്തിലെ ഏറ്റവും വമ്പൻ കപ്പൽ എംബസി ഐറിന വിഴിഞ്ഞത്തേക്ക് വരുന്നു, തലസ്ഥാനത്തേക്ക് വരുന്നു. പുതുവർഷത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ആ സുഹൃത്ത് പറയുന്ന കാര്യങ്ങൾ ഇന്ന് വരെ അച്ചട്ട നടന്നിട്ടുണ്ട്. കാര്യമായ വള്ളിപുള്ളി വ്യത്യാസങ്ങളില്ലാതെ കപ്പൽ യാത്രയുമായി, ഇവിടെ വരുന്ന കപ്പലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകളെ ഞാനൊരു സുവർണ ചിത്രമായി ചില്ലിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ജെയ്ഡ് സർവീസിലാണ് ഉള്ളതാണ്. നമുക്കറിയാം, ഈ ട്രാക്ക് ചെയ്യുമ്പോൾ ഓരോ സർവീസ്, ഡ്രാഗൺ സർവീസ്, ജെയ്ഡ് സർവീസ്, സന്താന സർവീസ്, സന്താന ബ്രസീലിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, സം സർവീസസ് ആർ ഗോയിങ് ടു ചേഞ്ച്. പുതുവർഷത്തിൽ കുറേ സർവീസുകളിൽ മാറ്റം വരുന്നു. ആൻഡ് ജെയ്ഡ് സർവീസ് മേ സ്റ്റാർട്ട്. നമ്മുടെ എംബസി ഐറിന ജെയ്ഡിൽ പെടുന്നതാണ്. ആൻഡ് ദി ജെയ്ഡ് സർവീസ് മേ സ്റ്റാർട്ട് കോളിംഗ് NYY നമ്മുടെ കോഡ് നാമമാണ്. സോ ഐറിന ഈസ് ഇൻ ജെയ്ഡ്. ജെയ്ഡ് സർവീസിലുള്ള വെസലാണ് ഐറിന. അതുകൊണ്ട് തന്നെ ഈ ജെയ്ഡ് സർവീസ് നമ്മുടെ തുറമുഖത്ത് വരുമ്പോൾ എംബസി ഐറിനയും അതിനകത്തുണ്ടാകും എന്നുള്ളതാണ് വളരെ ശുഭകരമായ ഒരു കാര്യം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൻ്റെ ട്രയൽ ഇന്ന് നടക്കുകയാണ്. എംബസി ഐറിൻ അപ്രതീക്ഷിതമായി അവൾ വന്നു. എംബസി ഐറിനയ്ക്ക് മുന്നായിട്ട് എംബസി ഐറിൻ നമ്മുടെ പുറംകടലിൽ എത്തിയിട്ടുണ്ടാവും, ഒരു പക്ഷേ ബർത്തിൽ കയറിയിട്ടുമുണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ തുറമുഖം ഇനിയുള്ള നാളുകളിൽ നമുക്ക് അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ സമ്മാനിക്കാൻ പോകുന്നത്. എംബസിയും അതുപോലുള്ള വമ്പൻ കിടിലൻ കമ്പനികൾ അവരവരുടെ വാക്കുകൾ പാലിച്ച് വളരെ വേഗതയിൽ, വളരെ ധൃതിയായി കാര്യങ്ങൾ ചെയ്യും. കാരണം അവർക്ക് ഓരോ നിമിഷവും വളരെയധികം വിലപ്പെട്ടതാണ്. നമ്മൾ അതിനനുസരിച്ച് അവരുടെ ആ ഒരു വേഗതയിൽ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പൊരുത്തപ്പെടാൻ നമ്മൾ തയ്യാറാകുമോ എന്നുള്ളതാണ്. നമ്മളെന്ന് പറയുന്നത് ഭരണകൂടത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദാനി തീർച്ചയായിട്ടും അവരുടെ വന്നു, ഒടുവിലത്തെ ക്രെയിനും അവർ കൊണ്ടുവന്നു. അവർ വളരെ വേഗതയിൽ പോകുന്നുണ്ട്. പക്ഷെ അവർക്ക് വേണ്ട പിന്തുണ നൽകുന്നതിൽ, ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ, റോഡ് കണക്ടിവിറ്റിയിൽ, റെയിൽ കണക്ടിവിറ്റിയിൽ നമ്മൾ അതേ വേഗത, ആഗോളതലത്തിൽ പ്രതീക്ഷിക്കുന്ന വേഗത നമുക്ക് നൽകാൻ കഴിയുന്നുണ്ടോ? ഇവിടെ എല്ലാവർക്കും ഫെമിലിയർ ആയതാണല്ലോ ഫേസ്ബുക്ക്. ഞാൻ ഫേസ്ബുക്കിലില്ല. കാരണം ഞാൻ പേടിച്ച് മാറിയിരിക്കുകയാണ്. കാരണം അതിനകത്ത് കയറി തെറിവിളിയും ആഘോഷവും ആക്രോശവും ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ നമുക്ക് നേരമില്ലാത്തത് കാരണം ഞാൻ ഫേസ്ബുക്കിലില്ല. പക്ഷെ എൻ്റെ പേരിലും വിമാക്കിൻ്റെ പേരിലുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ പല പേജുകൾ നടത്തുന്നതായിട്ടുള്ള വിവരം അറിയാം. ഇവിടെ ഇപ്പോൾ ഫേസ്ബുക്കിന്റെ കാര്യം പറയാൻ കാരണം, മാർക്ക് സക്കർബർഗ്സ് മെറ്റ സ്ട്രൈക്സ് ബയോഫ്യൂവൽ ഡീൽ വിത്ത് ഷിപ്പ് ഓണർ നോർഡൻ. അങ്ങനെയുള്ളവരൊക്കെ പറയുമ്പോഴാണല്ലോ നമുക്ക് താല്പര്യം വരുന്നത്. മാർക്ക് സക്കർബർഗ് പറയുന്നു, ഫേസ്ബുക്ക് പറയുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ പറയുന്നു. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക്, കാരണം നമ്മുടെ മന്ത്രിമാരെല്ലാം സോഷ്യൽ മീഡിയയിലാണ്,
എപ്പോഴും തങ്ങളുടെ റിലീസുകൾ സോഷ്യൽ മീഡിയയിലൂടെ വിടുന്നത് കാണാം. ഇവിടെ അദ്ദേഹം പറയാണ്, മാർക്ക് സക്കർബർഗ് മെറ്റ സ്ട്രൈക്സ് ബയോ ഫ്യൂവൽ ഡീൽ വിത്ത് ഷിപ്പ് ഓണർ നോർഡൻ. ഈ നോർഡനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നോർഡനും മാഷ് മേക്സും കൂടി ബയോഫ്യൂവൽ ഉണ്ടാക്കാൻ പോകുന്ന കഥ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള നോർഡൻ, ഡെൻമാർക്കിലെ കപ്പൽ കമ്പനിയാണ് നോർഡൻ. ആ നോർഡൻ ഇവിടെ ഫേസ്ബുക്കുമായിട്ട് ചേർന്ന് ഇത് ചെയ്യുവാൻ, അല്ലെങ്കിൽ മെറ്റയുമായി ചേർന്ന് ബയോഫ്യൂവൽ രംഗത്ത് കൈകൊടുക്കുവാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ഡാനിഷ് ടാങ്കർ ആൻഡ് ബൾക്കർ ഓണർ നോർഡൻ ഹാസ് ക്ലിഞ്ച്ഡ് ആൻ അഗ്രിമെന്റ് വിത്ത് മാർക്ക് സക്കർബർഗ്സ് Meta to use sustainable maritime fuels in its supply chain. അവരുടെ കപ്പൽ യാത്രയ്ക്ക് വേണ്ടി വരുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നോർഡനുമായിട്ട് സഹകരിക്കാൻ മെറ്റ തീരുമാനിക്കുന്നു. അതിന് കാരണമുണ്ട്. എന്തുകൊണ്ടാണ് മെറ്റ അങ്ങനെ അവരുമായിട്ട് തീരുമാനിക്കുന്നതിന് കാരണമുണ്ട്. മെറ്റ ഇസ് എ ഷിപ്പർ ഓഫ് കമ്പ്യൂട്ടിംഗ് എക്യുപ്മെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. നമുക്ക് അറിഞ്ഞൂടാത്ത, എനിക്കിത് രണ്ടും അറിയില്ല, അവർക്ക് ഇങ്ങനെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. മെറ്റ ഇസ് എ ഷിപ്പർ ഓഫ് കമ്പ്യൂട്ടിംഗ് എക്യുപ്മെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. അപ്പോൾ ഈ സാധനങ്ങൾ ഷിപ്പ് ചെയ്യുന്ന, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ലോകത്തിലെ കമ്പനികൾ, പല കമ്പനികൾ ഇപ്പോൾ ഒരു അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട്, സെമ്പ എന്ന് പറയുന്നത് സീറോ എമിഷൻ മാരിടൈം ബയേഴ്സ് അലയൻസ്. ഇത്തരം വമ്പൻ കമ്പനികൾ, നമ്മുടെ നൈക്കി അതുപോലുള്ള പല കമ്പനികൾ ഈ സെമ്പയ്ക്കകത്തുണ്ട്. അവരാണ് കണ്ടീഷൻ വയ്ക്കുന്നത്. ഞാൻ നേരത്തെ സെയിലിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്, കൺസ്യൂമറിന്റെ പ്രഷറാണ് ഇത്തരം പ്രോഡക്റ്റുകൾ എങ്ങനെ സഞ്ചരിച്ച് എത്തണമെന്നുള്ളത്. അങ്ങനെ സീറോ കാർബൺ എമിഷനിലോട്ട് പോകണമെന്നുള്ള കൺസ്യൂമർമാരുടെ താല്പര്യമനുസരിച്ച് ഇത്തരം കമ്പനികളും ബയോഫ്യൂവൽ ഉപയോഗിക്കുന്ന കപ്പലുകൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുകയാണ്. അപ്പോൾ അതിനൊരു വ്യാപാരമുണ്ട്. കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ആഗോളതലത്തിലുള്ള ഒരു വ്യാപാരമുണ്ട്. ആ വ്യാപാരത്തിന്റെ ഭാഗമായിട്ടാണ് മെറ്റ ഈ പറയുന്ന നോർഡനുമായിട്ട് കൈകൊടുത്തിരിക്കുന്നത്. ഈ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ നടക്കുന്ന കാര്യമാണ്. അതിൽ നമുക്കും പങ്കാളിയാകാൻ പറ്റും. നമ്മളും കാർബൺ എമിഷൻ കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇക്കോ ബ്രിക്സ് പോലുള്ള സെയിലിംഗ് കമ്പനിയുടെ ടീം അല്ലെങ്കിൽ വിമാക്കിന്റെ ടീം ഒരു വശത്തു കൂടി കടൽ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ അഭംഗുരം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ ചിത്രം തരാം. ആറ്റിങ്ങലിൽ സാബു മാഷിന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ നടത്തിയതും അദ്ദേഹത്തിന്റെ സ്കൂളിൽ നടത്തിയ ഇക്കോ ബ്രിക്സിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പറയാം. അങ്ങനെ വിമാക്കിനും കാർബൺ ക്രെഡിറ്റ്സ് കിട്ടാം, സെയിലിംഗ് കമ്പനിക്കും ഓർമ്മ ഇക്കോ ബ്രിക്സിനും ഇതൊക്കെ കിട്ടാം. ഇവിടെ ദി ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആരാണ്? നോർഡൻ കപ്പൽ കമ്പനി. ദി ഓപ്പറേറ്റർ സെഡ് the owner of Facebook has signed on for the book and claim scheme. അവർക്ക് നേരിട്ട് കാർബൺ എമിഷൻ കുറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്നില്ല. അവരുടെ സാധനങ്ങൾ ഏതെങ്കിലും കപ്പലിൽ കൂടെ പോകുമ്പോൾ ആ കപ്പൽ ഫോസിൽ ഫ്യൂവലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവരുടെ പേരിൽ ചുമത്തപ്പെടും. കാർബൺ നിങ്ങൾ ഇത്ര ഉപയോഗിച്ചു എന്ന് വരും. അതുകൊണ്ട് അത് കുറയ്ക്കുന്നതിന് ഫോസിൽ ഫ്യൂവൽ മാറ്റി ബയോഫ്യൂവൽ ഉപയോഗിക്കുന്നവരെ കൂട്ടുപിടിച്ചാലേ പറ്റൂ. The operator said the owner of Facebook has signed on for the book and claim scheme. മറ്റുള്ളവരുടെ കാർബൺ സേവിങ്ങും നമുക്ക് വാങ്ങാം, വില കൊടുത്ത് തന്നെ വാങ്ങാൻ പറ്റും. which works by burning biofuel on Northern ships. നോർഡൻ ബയോഫ്യൂവൽ ഉപയോഗിച്ച് കപ്പലുകൾ ഓടിക്കുമ്പോൾ അവർക്ക് സേവിങ്സ് കിട്ടും, കാർബൺ ക്രെഡിറ്റ് കിട്ടും. ആ ക്രെഡിറ്റ് മെറ്റ വാങ്ങും. ഇതാണ് ഈ കച്ചവടം. നോർഡൻ ഷിപ്സ് and then allocating the emissions reduction to a third party customer. മെറ്റയാണ്, മാർക്ക് സക്കർബർഗ് ആണ് ഇവിടുത്തെ തേർഡ് പാർട്ടി. ഇത് ലോകം മുഴുവൻ അതിന്റെ പ്രാഥമിക ദശയാണ്. അതിനി വലിയ വ്യാപാരമായിട്ട് ഇനി വരും. നമുക്ക് എല്ലാവർക്കും ആ വ്യാപാരത്തിൽ പങ്കാളികളാകാനും കഴിയും. The solution is available to Norden's direct customers and clients in other industries that are dependent on marine transportation. മറൈൻ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് നിൽക്കുന്ന എല്ലാ കമ്പനികൾക്കും നോർഡന്റെ ഈ ബയോഫ്യൂവൽ ഉപയോഗിക്കുന്നതിലൂടെ അവർ നേടുന്ന ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് വീതം വെച്ചു കൊടുക്കാം. വിൽപ്പനയാണ്, വീതം വെക്കാനല്ല, വിൽപ്പനയാണ്. അപ്പൊ എന്താണ്, ഇത്തരം ഈ സീറോ എമിഷൻ ആഗ്രഹിക്കുന്ന എല്ലാ കമ്പനികളും ബയോഫ്യൂവൽ ഉപയോഗിക്കുന്ന കപ്പലുകളിൽ അവരുടെ ചരക്ക് അയക്കാൻ തീരുമാനിക്കും. ഇത് നേരത്തെ സെയിലിംഗ് കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഫേസ്ബുക്കും മെറ്റയും നോർഡനുമായിട്ടുള്ള പുതിയ കരാറിലൂടെ കൂടുതൽ വ്യക്തമാവുകയാണ്. ഇത് ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഒക്കെ ചെവിയിൽ തലയിൽ കയറുന്നുണ്ടോ? ഇവിടെ
ഇവിടെ ഇരിക്കുന്നവരുടെ തലയിൽ ഇതൊന്നും ഇതുവരെയും കയറിയിട്ടില്ല. ഫേസ്ബുക്കിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നെകളിച്ച് നടക്കുന്ന മന്ത്രിമാരുൾപ്പെടെ ഇതൊന്നും തലയിൽ കയറിയിട്ടില്ല എന്ന് വ്യക്തം. ഈ നേരത്തെ പറഞ്ഞ ഇടപാടിൽ ഒരു സെന്റൻസ് ഇങ്ങനെയാണ്: മാഷ് മേക്സ്, ഡെവലപ്സ് ആൻഡ് പ്രൊഡ്യൂസസ് സസ്റ്റൈനബിൾ ഫ്യൂവൽസ് ഫ്രം ബയോമാസ് വേസ്റ്റ്. ബയോമാസ് വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ വേസ്റ്റിൽ നിന്നാണ് ഈ ഫ്യൂവൽ ഉണ്ടാക്കി. ഈ ഫ്യൂവലാണ് മാർക്ക് സക്കർബർഗ്, ഫേസ്ബുക്ക്, മെറ്റ അവർക്ക് നൽകി ഈ കരാർ ഉറപ്പാക്കുന്നത്. ഇവിടെ ബയോമാസ് വേസ്റ്റ് ഇങ്ങനെ കത്തിച്ച് കളയുന്നതിൽ, നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഖിന്നനായ ഒരു കർഷകൻ കുട്ടനാട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ കാണുന്ന കൊയ്ത്ത് കഴിഞ്ഞ പാടമൊക്കെ ഇങ്ങനെ വൈക്കോലും മറ്റ് വസ്തുക്കളും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി ഇതെല്ലാം ഇവിടെ ഇട്ട് കൂട്ടിയിട്ട് കത്തിക്കും. ഞാൻ പറഞ്ഞു, കത്തിക്കുന്നതിന്റെ ചിത്രം കൂടി എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു. ഇന്നലെ അദ്ദേഹം എനിക്ക് ആ ചിത്രങ്ങളും അയച്ചു തന്നു. ഒന്നാം തരം ബയോ വേസ്റ്റ്. എന്താണ് ബയോമാസ് വേസ്റ്റ്? മെത്തനോൾ ഉണ്ടാക്കേണ്ട ബയോമാസ് വേസ്റ്റ് നമ്മുടെ കുട്ടനാട്ടിൽ നെൽകൃഷി കഴിഞ്ഞിട്ട് കത്തിച്ച് കളയുന്ന, പുക ഉയരുന്ന ദൃശ്യം വളരെ വേദനയോടെ ആ കർഷകൻ നമുക്ക് അയച്ചു തന്നു. പാവപ്പെട്ട ഇവിടെ ഒരു കർഷക മന്ത്രി ഉണ്ടല്ലോ, ഇടയ്ക്ക് മുണ്ടും മടക്കി കുത്തി പാടത്ത് നടന്ന് ഷൈൻ ചെയ്യാൻ നടക്കുന്ന ഒരു മന്ത്രി. അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കീഴിൽ വരുന്ന കാര്യമല്ലേ? കൃഷിക്കാരന് നേട്ടം ഉണ്ടാകുന്ന കാര്യമല്ലേ? എന്തെങ്കിലും മനുഷ്യർക്ക് നേട്ടം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഈ മുണ്ടും മടക്കി കുത്തി വലിയ സ്മാർട്ട് ആവാൻ നടക്കുന്നതിന് മുമ്പ് എല്ലാ മന്ത്രിമാരോടും പറയുന്നത്, എന്തെങ്കിലും ഈ നാട്ടിന് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ കാണുമ്പോൾ, ലോകം മുഴുവനുമുള്ള സാധ്യതകൾ മനസ്സിലാക്കുമ്പോൾ, അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലൊക്കെ അറിയുമ്പോൾ നിങ്ങളോടൊക്കെ തോന്നുന്ന വികാരമുണ്ടല്ലോ, അതെനിക്ക് ഇവിടെ പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.